തുടങ്ങാം. നമ്മളെവിടെയാ നിർത്തിയ പറഞ്ഞ്? അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു തീർത്തായിരുന്നു. ഭഗവത്ഗീത ഉപാസിക്കുമ്പോൾ എന്ന് പറഞ്ഞു തീർത്തു. ഇവിടെയെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ തലവും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ്. മനസ്സ് അതീതമായ മാനസിക പ്രക്രിയകൾ ഇവയൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ചരിത്രകാരന്മാരും ശാസ്ത്രകാരന്മാരുമെല്ലാം ഉൽപ്പത്തിയെക്കുറിച്ച് പഠിച്ചതും പഠിപ്പിച്ചതും. ഉൽപ്പത്തിക്ക് നിദാനമായ ദ്രവ്യങ്ങളുടെ ചർച്ചയിലാണ് അവർ ഇക്കാലം അത്രയും താല്പര്യം കാണിച്ചത്. മനസ്സിലായില്ല? ഗൂഢാവബോധ പ്രധാനമായ അനുഭൂതി സമ്പന്നരായ പൗരാണികർ, അതീത മനഃശാസ്ത്രജ്ഞർ, ഭാവാതീതർ, ദാർശനിക ഋഷിമാർ, ഇവർ യാത്ര നടത്തിയത് സൃഷ്ടിയുടെ രഹസ്യം തേടി മനസ്സിലൂടെ മാത്രമാണ്. അതുകൊണ്ട് പ്രവാചകരിൽ ആധുനികനായ നബി വരെ മനസ്സിനെ വികലമാക്കുന്ന ദ്രവ്യത്തെ അധിഷ്ഠാനമായ ശാസ്ത്ര വികാസത്തിനെതിരെ നിന്നിട്ടുമുണ്ട്. അത് ശാസ്ത്രകാരന്മാർക്കും തൽപ്രണേതാക്കൾക്കും പുരോഗമനേച്ഛുക്കൾക്കും വ്യവസായികൾക്കും സഹിക്കാനായിട്ടുമില്ല. മനസ്സിലായില്ല? പക്ഷെ വസ്തുതയെ ചേർത്ത് വെച്ച് പഠിച്ചാൽ കച്ചവടത്തിനപ്പുറം, വിനാശത്തിന്റെ തലങ്ങൾക്കിപ്പുറം നിങ്ങളുടെ ശാസ്ത്ര പുരോഗതികൾക്ക് പാങ്ങില്ല എന്ന് ബോധ്യമാവുകയും ചെയ്യും. അതാണ് ഇത് പഠിക്കുമ്പോഴുള്ള പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. അത് ഞാൻ ഏതാണ്ട് മുഴുവിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് വ്യാവസായിക പ്രാധാന്യത്തിൽ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പിക്കിൾസ്, നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന വസ്തുക്കൾ, ഇതെല്ലാം ചേർത്തിട്ടും അവർക്കൊക്കെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. മനസ്സിലായില്ല? നിങ്ങളുടെ പൂർവികർ ഉപയോഗിച്ച കേരളത്തിലെ ഒരു വീട്ടിലും എക്സ്പയറി ഡേറ്റ് ഇല്ലായിരുന്നുവെന്ന് മാത്രമല്ല, കടുമാങ്ങയും മറ്റും എത്ര പഴകിയോ അത്രയും അതിനെ നിയന്ത്രിച്ചത് പ്രിസർവേറ്റീവ് അല്ല, അതിനെ നിയന്ത്രിച്ചത് വ്യവസായമല്ല, അതിനെ നിയന്ത്രിച്ചത് ഒരു അമ്മയുടെ മനസ്സായിരുന്നു. ഇതെല്ലാം ഞാൻ പറയുന്നത്, ഞാനിതെല്ലാം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളിലപ്പം വട്ടത്തിൽ കൂടിയിരുന്ന് സ്വാമി പറഞ്ഞോ കേട്ടപ്പോൾ നമുക്ക് ശരിയായി തോന്നും, പക്ഷെ ഇതൊക്കെ അനുഭവമില്ലാത്തതല്ലേ എന്ന് ചോദിക്കുമെന്ന് എനിക്ക് കൃത്യമായി അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണങ്ങളിലൂടെ കൊണ്ടുപോകുന്നത്. കാരണം നിങ്ങൾ പഠിച്ചതിൻ്റെ അഭിമാനം ദുരഭിമാനമായി കിടക്കുമ്പോൾ അനുഭവങ്ങൾ നിങ്ങൾ മറന്നുപോകുന്നത് നിങ്ങൾ പോലും അറിയില്ല. നാഗാലാൻഡിലും അതുപോലുള്ള പ്രദേശങ്ങളിലും ചെന്നാൽ പുകയത്ത് കെട്ടിത്തൂക്കിയ എലിയെ കാണാം. എത്ര പഴകിയ എലിയുടെ മാംസമുണ്ടോ അത്രയും തറവാടിയാണ് അത് തരുന്നത്. മുമ്പ് പറഞ്ഞ കടുമാങ്ങ പോലെ
ഒരുത്തൻ്റെ തറവാടിത്തം നിശ്ചയിക്കുന്നത് വിവാഹത്തിലോ അടിയന്തരത്തിലോ ജന്മദിനത്തിലോ വിളമ്പുന്ന കടുമാങ്ങായുടെ പഴക്കം കൊണ്ടാണ്. ശരിയല്ല. കേട്ടിട്ടില്ല? ഇപ്പോഴും ചിലരൊക്കെ അങ്ങനെ തന്നെയാണ്. അത് നിങ്ങളുടെ എവിടെ ഇല്ലെന്നല്ലേ ഉള്ളൂ, ഉള്ളവരൊക്കെ കാണും. അപ്പൊ അങ്ങനെയുള്ളൊരു കാലമുണ്ട്. ശരിയല്ല? ഓർമ്മയില്ല? ഇന്നും ഏത് നെയ്യേക്കാൾ വിലയുള്ളതും മോഷ്ടിച്ചു വരെ കൊണ്ടുപോകാൻ ഒരുങ്ങുന്നതും വടക്കുന്നാഥന്റെ നെയ്യ. അതിൽ നിന്നൊരു സ്പൂൺ രാവിലെയും വൈകുന്നേരവും ഉരുക്കി അരിച്ചെടുത്ത് കഴിച്ചാൽ ഉന്മാദം എത്ര ആധിക്യമുള്ളതാണെങ്കിലും മാറുമെന്നും അത് പുരാണകൃതമാണെന്നും അറിയാത്ത വൈദ്യന്മാരുണ്ടാവില്ല. ഔഷധി അത് തന്നെയാണോ അതിൻ്റെ കൂടെ വല്ലതും കൂടെ ഒക്കെ ചേർക്കുവോ പുരാണകൃതം തന്നെ വിൽക്കുന്നുണ്ട് ഈ ദിശയിൽ. മസ്തിഷ്കത്തിന്റെ കോശങ്ങളെ ദ്രവിപ്പിച്ചു കളയുന്ന സ്കീസറോഫീനിയയിൽ പുരാണകൃതം ആക്ട് ചെയ്യുമെന്ന് പ്രാചീനൻ എഴുതി വെച്ചതിനെ പിന്തുടർന്ന് ഇന്നും അത് കേരളത്തിന്റെ മാർക്കറ്റുകളിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു എങ്കിൽ പഴകുമ്പോൾ ദുഷിക്കുന്നു എന്ന ശാസ്ത്രവും ഇതും ചേർന്നു പോകാത്തതാണ്. നെയ്ക്ക് എക്സ്പയറി ഡേറ്റ് നിശ്ചയിക്കുന്ന ആധുനിക ശാസ്ത്രത്തിന്റെയും പഴയത് നല്ലതാണെന്ന വിശ്വാസത്തിന്റെയും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രം നിങ്ങളുടേത് മാത്രമായിരിക്കും. ഒന്ന് വോട്ടിനും ഒന്ന് ശാസ്ത്രത്തിനും വേണ്ടിയായിരിക്കും. കണ്ടിട്ടില്ല? ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല? അല്ല, ഈ പുരാണകൃതം കേട്ടിട്ടില്ല? വടക്കുന്നാഥൻ്റെത് 1000-2000 കൊല്ലം പഴക്കമുള്ളതാണ്. നിങ്ങൾ ഏത് കോത്തഴത്താ ജീവിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നു. പുറം ലോകമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ആകെ മാധ്യമത്തിലൂടെ വാർത്ത വായിക്കുന്നവൻ വായിച്ചു കഴിഞ്ഞ് നായരെയും ഈഴവനെയും നമ്പൂതിരിയെയും നായാടിയെയും നിങ്ങൾ കണ്ട വാർത്ത അവൻ്റെ ബുദ്ധിയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നത് സാമൂഹ്യ പ്രവർത്തകനെയും സാഹിത്യകാരനെയും ബുദ്ധിജീവിയെയും രാഷ്ട്രീയക്കാരനെയും ഒക്കെ സ്റ്റുഡിയോയിൽ വിളിച്ചിരുത്തി നിങ്ങൾ കണ്ടതാണെങ്കിലും കണ്ടതുപോലെയല്ല വിശ്വസിക്കേണ്ടത്, ഇവൻ പറഞ്ഞു തരുന്ന പോലെ വിശ്വസിക്കാവൂ എന്ന് പറഞ്ഞ് മസ്തിഷ്കത്തെയും പണയപ്പെടുത്തി ജീവിക്കുന്ന ഒരു തലമുറ, അതിൻ്റെ അന്ത്യം ശോചനീയമാണ്. ശരിയല്ല? ദൃശ്യം കണ്ടു കഴിഞ്ഞ് എനിക്കിഷ്ടം പോലെ ചിന്തിക്കാൻ പാടില്ല. വാർത്ത അവതരിപ്പിക്കുന്ന അവതാരികയോ അവതാരകനോ മറ്റൊരുത്തനെ വിളിക്കും ഫോണിൽ, അല്ലെങ്കിൽ ഒരുത്തനെ സ്റ്റുഡിയോയിലിരുത്തി ചോദിക്കും ഇതെങ്ങനെയാണ് കാണേണ്ടതെന്ന്. മനസ്സിലായില്ല? എന്നിട്ട് അവന്റെ കാഴ്ചയിലൂടെ പഠിച്ചു വർണ്ണിക്കേണ്ടി വരിക, ഗൈഡ് വെച്ച് പരീക്ഷ എഴുതുന്ന പിള്ളേരെ പോലെ. സ്വന്തം പ്രതിഭ വളരാത്ത, സ്വന്തം ബുദ്ധിയെ പണയപ്പെടുത്തിയ, സ്വന്തം ചിന്തകൾ വികലങ്ങളായ. കഷ്ടമോ കേട്ടോ ഇത്? മഹാമോശം. ഇപ്പൊ ലോകത്ത് നിങ്ങൾ കണ്ട അനുഭവങ്ങൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വിശ്വസിക്കുക, പക്ഷെ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കരുത്. വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്നാൽ പഴവെളിച്ചെണ്ണ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. ഗുരുവായൂർ ചെന്നാൽ പഴയ എണ്ണ കിട്ടും. ആടിയതല്ല, പഴയ എണ്ണ.
ആടിയിട്ട് പഴകിയത്, ഒരുപാട് പഴകിയത് കണ്ടിട്ടില്ല. ഇതൊക്കെ പോയി മേടിച്ചോണ്ടും വരും. എന്നിട്ട് എന്തിനാണെന്നറിയാൻ മേല, അത് കാരണം തെങ്ങിന്റെ ചോട്ടിലൊഴിക്കും. കാരണം ആരും ചവിട്ടാനൊന്നും പറ്റിയല്ലോ, അതുകൊണ്ട് ചവിട്ട് കാലത്ത് തെങ്ങിന്റെ ചോടാണല്ലോ. ചെല്ലിന് നടുക്ക് തന്നെ ഒരു കുഴി കുഴിച്ച് അതിനകത്തൊഴിച്ച് മണ്ണിട്ട് മൂടും. അപ്പൊ പിന്നെ ഇതേ ചവിട്ടുകല്ല, ഇതിന്റെ പൊക്കത്തിലല്ലേ ചവിട്ട്. അപ്പോ അവിടെ കൊടുക്കുന്ന കണ്ടിട്ടുണ്ടാവും. വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട് 1000-2000 കൊല്ലം പഴകിയ വെളിച്ചെണ്ണ. പല വീടുകളിലും പഴകിയ എണ്ണയുണ്ട്. വലിയ ട്യൂമറൊക്കെ വരുമ്പോൾ ആ എണ്ണ ഒരല്പം തൂത്ത് കഴിയുമ്പോൾ കക്ഷത്തിലെ ട്യൂമറും മാറത്തെ ട്യൂമറും ഒക്കെ പഴയ അമ്മമാർ ഇതൊരല്പം തൂക്കുമ്പോഴേക്ക് അങ്ങ് വറ്റിപ്പോവും. കേട്ടിട്ടില്ല? പഴകിയാൽ അത് ഒരുപാട് അണുക്കളുള്ളതും ഒരുപാട് നാശം വിതയ്ക്കുന്നതുമാണ്. പക്ഷെ അത് കഴിക്കാൻ കൊടുക്കുകയും അത് പുരട്ടുകയോ ഒക്കെ ചെയ്യും വീടുകളിൽ, സാധാരണക്കാരുടെ ഇടയിൽ. കേട്ടിട്ടില്ല? കേട്ടിട്ടില്ല? അറിയാം. വടക്കൻ കേരളത്തിലൊക്കെ ചെന്നാൽ ഒരു കുപ്പി എണ്ണയും കൊണ്ട് ചെന്നാൽ ഒരു കുപ്പി ഒഴിച്ചാൽ അരക്കുപ്പി എണ്ണയും കൊണ്ട് പോരാ. പഴയ എണ്ണ അതിനകത്തേക്ക് തന്നെയാണ് ഒഴിക്കുന്നത്. അതിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എടുക്കുന്നതിന് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ പഴമ ഇതിനോടൊപ്പം നിൽക്കുന്നു എന്നാണ് വിശ്വാസം. ഒന്ന് പുരട്ടിയാൽ മതി. വളരെ പഴയ തുറന്ന കിടക്കുന്ന ഒരു ചെമ്പിനകത്ത് തുറന്നൊഴിച്ചിട്ടിരിക്കുകയാണ്. വടക്കുന്നാഥനിലെ നെയ്യ് അതിനകത്ത് എല്ലാം ഉണ്ട് സാധനം. മനസ്സിലായില്ല? എല്ലാ സാധനമുണ്ട്. വടക്കുന്നാഥൻ നിർഗുണപരബ്രഹ്മമായിരിക്കുകയാണ് ഈ നെയ്യ് കിടന്നിട്ടും. കുട്ടിക്കാലത്ത് 12 വയസ്സിൽ അല്ലെങ്കിൽ 11 വയസ്സിൽ ഉപന്യമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമാവർത്തനവും കഴിഞ്ഞ് വളർന്നു വരുന്ന കാലത്ത് എപ്പോഴെങ്കിലും ഒരു ഓണത്തിന് മേടിച്ചു കൊടുത്ത പുടവ തന്നെയായിരിക്കും അന്ന് മുതൽ ഇന്ന് വരെ ശാന്തിക്കാരൻ നമ്പൂരി കൊടുക്കുന്നത്. മനസ്സിലായില്ല? അതേലും എല്ലാം ഉണ്ട്. ഇത് ഔഷധമാണെന്ന് വരെ സങ്കല്പിക്കുന്ന ഒരു സമൂഹവും. മനസ്സിലായില്ല? എല്ലാ പ്രിസർവേറ്റീവും ചേർത്തിട്ടും എക്സ്പയറി ഡേറ്റ് ഉണ്ടാക്കുന്ന ഒരു ശാസ്ത്രവും നിങ്ങളുടെ ചിന്തയെ ഇന്നോളം പിടിച്ചൊലച്ചിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഞാനീ പറയുന്നവരെ ആലോചിച്ചു നോക്കേണ്ടതാണ്. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പഴകിയ അച്ഛനും അമ്മയ്ക്കും എക്സ്പയറി ഡേറ്റ് തീരുമാനിക്കുന്നത്. എക്സ്പയറി കഴിഞ്ഞിട്ട് ഇയാൾ പോയില്ലെങ്കിൽ ജങ്ക് യാർഡിലേക്ക് കൊണ്ടുപോകും. ശരിയല്ല, ശരിയല്ല. അതിതുകൊണ്ടാവണം. സങ്കല്പങ്ങളും മനസ്സും വസ്തുവിലും വസ്തുവും സങ്കല്പങ്ങളും മനസ്സിലും ഒരുപോലാണ് പ്രവർത്തിക്കുക. അതിനെ അവലംബിച്ചാണ് അവർ പഠനങ്ങൾ നടത്തിയത്. ആ പഠനങ്ങളിൽ മനസ്സാണ് കൂടെ പോകുന്നത്, വസ്തുവല്ല. ഒരു വസ്തുവിന്റെ ഉപഭോഗം നിലയ്ക്കുന്നത്, ഇതിന്റെ ഉപഭോഗം നിലയ്ക്കുന്നത് ഇതിൽ യോജിപ്പിച്ചു വച്ചിരിക്കുന്ന വസ്തുക്കൾ കൈകാര്യം ചെയ്ത മനസ്സുകൾ എത്ര കാലത്തേക്ക് സങ്കല്പിച്ചു അത്രയിൽ വെച്ചാണ്. മനസ്സിലായില്ല? ഇത് വ്യത്യാസപ്പെടും. രാവിലെ ഭാര്യയുമായി വഴക്കുണ്ടാക്കി നീ ഒന്ന് ചത്ത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വന്ന് ആ രോഷവുമായി ഒരു സ്കൂട്ടറിന്റെ സാധനങ്ങളെല്ലാം യോജിപ്പിച്ചാൽ അവളും ഇയാളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആയുസ് എത്രയായിരിക്കുമോ? 4 വർഷമാണെങ്കിൽ ഇപ്പോൾ അവൾ ചാകണമെന്ന വിചാരങ്ങളോടുകൂടി അവൻ ചേർത്ത് വെച്ചതിന്റെ ആയുസ് ആ 4 വർഷമായിരിക്കും.
അതുകൊണ്ടാണ് ഒരേ ടെക്നോളജിയിൽ ഒരേ ശാസ്ത്രസങ്കേതങ്ങൾ ഉപയോഗിച്ച് ഒരേ തൊഴിലാളികൾ ഇറക്കുന്ന ഉപകരണങ്ങൾക്ക് വ്യത്യസ്ത ആയുർദൈർഘ്യമുണ്ടാകുന്നത്. അതിന്റെ പിന്നിലൊരു കോൺഷ്യൻസ് ഉണ്ട്. ചിന്തിച്ചിട്ടില്ല. നിങ്ങളെടുക്കുന്ന വസ്തുജാലങ്ങളുടെ എല്ലാം ആയുർദൈർഘ്യം അതുണ്ടാക്കിയിടം മുതൽ ഉപഭോഗത്തിന്റെ ഭിന്ന ഭിന്ന തലങ്ങളിലൂടെ പ്രവർത്തിച്ച മനസ്സുകളുടെ സങ്കല്പനത്തിന്റെ ആയുർദൈർഘ്യമാണ്. അതിനെ ഉണ്ടാക്കിയവൻ അതിന് കൊടുത്തിരിക്കുന്ന ഒരു സങ്കല്പമുണ്ടല്ലോ. മനുഷ്യ മനസ്സു ചേരാത്ത ഒരു സൃഷ്ടിയും ഇല്ല. അതെ, മനുഷ്യ മനസ്സിന്റെ ചേർച്ച വരാതെ സൃഷ്ടിയില്ല. മനുഷ്യ മനസ്സ് ചേരുമ്പോഴെല്ലാം സൃഷ്ടികർത്താവിനെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വിനാശം എളുപ്പത്തിലാണ്. കൂടെയുണ്ട്. മറിച്ച് അത് സൃഷ്ടികർത്താവിന്റെ പ്രേമപ്രഹർഷത്തോളം വികസിക്കുന്നു എങ്കിൽ അതൊരു ആനന്ദമൊന്നു വേറെയാണ്. സൃഷ്ടിവേളകളിലെല്ലാം സൃഷ്ടികർത്താവാകാൻ അഹങ്കരിക്കുന്നവൻ വിനയാന്വിതനായി ആദിമ സൃഷ്ടിയുടെ ആന്തോളനങ്ങൾ വരുവാൻ പാകത്തിന് പ്രജാപതിയെ ആവാഹിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു ഫോട്ടോഗ്രാഫർ പടമെടുക്കാനൊക്കെ പോകുമ്പോഴൊരു തേങ്ങ കൊണ്ടെന്ന് എല്ലാവരെ കൊണ്ടും തൊടിയിച്ചൊരു കർപ്പൂരമൊക്കെ ഒഴിഞ്ഞിട്ടുമൊക്കെ ചെയ്യുന്നത് സിനിമയിലുമൊക്കെ കണ്ടിട്ടില്ല. ഇതിന്റെ കാരണം ഇതാണ്. കാരണം വെച്ചാൽ ആ സൃഷ്ടികർത്താവ് ഇതിന്റെ കൂടെ വന്നാൽ അയാൾ ഇതിൽ ഒളിച്ചു കയറിയിരുന്നാൽ ഇത് ചെയ്യും. ഞാൻ ചെയ്യുന്ന ഈ കർമ്മത്തിൽ നീ കയറിയിരുന്നാൽ ഞാനുണ്ടായാലും ഇത് വരുമെന്ന് എനിക്കറിയാം. ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ എങ്ങനെയാണ്. നീ ഒന്ന് ഇതിലൊന്ന് കയറിയിരുന്ന് തന്നാൽ ഞാനങ്ങ് രക്ഷപ്പെടും. ഉടയോനെ എന്നെ കണ്ടാലറിയില്ലേ, ഞാൻ ഇരിക്കാൻ കൊള്ളുന്നവനൊന്നുമല്ല. നീ അതല്ല, നീ ഇരിക്കാൻ കൊള്ളുന്നവനാണ്. നീ ഉണ്ടാവണം ഇതിന്റെ കൂടെ. ഇങ്ങനൊരു സൃഷ്ടി രഹസ്യമുണ്ട്. ഈ രഹസ്യമാണ് ഈ യജ്ഞസങ്കല്പത്തിലുള്ളത്. ഭഗവത്ഗീത ഒരു ഔപാസനത്തിന്റെ തലങ്ങളിലൂടെ നിങ്ങൾ കൊണ്ടുപോയാൽ ഈ അനുഭൂതി കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. അതാണ് ഭഗവാൻ പറഞ്ഞത്. ഇതാദ്യം സൃഷ്ടിച്ചത് ഇങ്ങനെയാണ്. പക്ഷേ നിന്റെ ആൾക്കാർ സൃഷ്ടിയുടെ താക്കോല് യുവരാജാവായ ഭീഷ്മൻ കയ്യിലെടുത്തത് മുതൽ താളം മാറി. ആ താളപ്പഴ ചൂണ്ടിക്കാണിക്കുന്നത് കൂടിയാണ് ഈ ശ്ലോകം. തന്റെ ഇച്ഛാശക്തിയേക്കാൾ വലുതായി ഒന്നുമില്ലെന്ന് ആ പുരുഷർഷഭൻ തീരുമാനിച്ചു. അതിന്റെ പരാജയ വേദി കൂടിയാണ് ഈ യുദ്ധം. സാക്ഷാൽ നാരായണനിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടും സൃഷ്ടി സമയത്തൊളിഞ്ഞിരുന്ന ആ ഹിംസയും യുദ്ധവും ആ യുദ്ധക്കളത്തിൽ ഒരാളിൽ നിന്ന് പോലും ഗീതയ്ക്ക് ശേഷവും പോയില്ല.
പ്രജാപതി താൻ തന്നെ രൂപമെടുത്തു വന്ന് സൃഷ്ടിയുടെ പിന്നിലെ പ്രജാരഹസ്യം, സൃഷ്ടിയെ മാനവൻ ഏറ്റെടുത്ത് കഴിഞ്ഞ് അവൻ ആനന്ദമുണ്ടാകാനുള്ളൊരു തിരിച്ചുപോക്കിന് പറഞ്ഞാലും അതവന് മനസ്സിലായാലും ഉൾക്കൊണ്ടാലും അവൻ സഞ്ചരിക്കുക രണ്ടാമത്തെ വഴിയിൽ തന്നെയായിരിക്കും. ഇതും അതിലംകിതമാണ്. സാക്ഷാൽ നാരായണനാവെന്ന് പറഞ്ഞത് ഇതാണ് രഹസ്യം, ഇതാണ് സത്യം. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവ പരസ്പരം ഭാവയന്തഃ ശ്രേയപരമവാപ്സ്യത. ഇതാണ് സത്യം, ഇതാണ് യജ്ഞരഹസ്യം. ഈ യജ്ഞമാണ് നിങ്ങൾക്കിഷ്ടം തരുന്ന കാമധേനുവാവുക. ആ യജ്ഞത്തിലേക്കാണോ അർജുനാദികൾ വീണത്? അതല്ല യുദ്ധത്തിലേക്കാണോ വീണത്? ചോദ്യം മനസ്സിലായില്ല. യുദ്ധത്തിലേക്കാണ്. യജ്ഞത്തെ നിഷേധിക്കുകയാണ് ഇത്. യജ്ഞത്തെയും യജ്ഞസങ്കല്പത്തെയും യജ്ഞത്തോടുകൂടിയാണ് ഏതു പ്രജയും ഉണ്ടാകുന്നതെങ്കിൽ നിരുപാധികമായ ഈ യജ്ഞമാണ് മേൽക്കുമേൽ വിജയിക്കേണ്ടതെങ്കിൽ എപ്പോഴെല്ലാം മനുഷ്യൻ പ്രജാപതിയെ മറക്കുന്നുവോ, എപ്പോഴെല്ലാം അവന്റെ സൃഷ്ടിയുന്മുഖത വികസിക്കുന്നുവോ, അപ്പോഴെല്ലാം അവൻ സഞ്ചരിക്കുക അഹിംസയിലൂടെ മാത്രമാണ്. കർമ്മരഹസ്യവും ഇത് തന്നെയാണ്. കർമ്മയോഗമാണിത്. കർമ്മം യജ്ഞമായി രൂപാന്തരപ്പെടുന്നത് നൈസർഗികമായാണ്. കർമ്മം യുദ്ധമായി രൂപാന്തരപ്പെടുന്നത് അപ്രാകൃതികമായാണ്, കൃത്രിമമായാണ്. എല്ലാ കൃത്രിമ അവബോധവും ഹിംസാത്മകമാണ്. ഇത് വളരെ അതിപ്പോ നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ ഇത്രയും പേരൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിലേക്ക് പുതുതായി ഒരാൾ, നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ കടന്നു വന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ നിങ്ങളുടെ യജ്ഞസങ്കല്പം പോകും. ശരിയല്ല. നിങ്ങളിൽ ആദ്യം മുതൽ വന്നിരിക്കുകയും കാണുകയും പരിചയപ്പെടുകയും അല്ലാത്ത ആരെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ നിങ്ങളുടെ യജ്ഞസങ്കല്പം പോകും. ശരിയല്ല. ആലോചിച്ച് പറഞ്ഞാൽ മതി. ഈ ക്ലാസ്സിലേക്ക് കാണാത്ത ഒരാളിനെ കാണുകയാണ്, അടുത്ത പുതിയ ഒരാളെ കാണുന്നുണ്ട്, എന്തിനായിരിക്കുമോ ഒന്ന് കൂടിയിരിക്കുന്നത്. ശരിയല്ല. ചിന്തിക്കേണ്ട കാര്യമല്ല, പക്ഷെ ചിന്തിക്കും. നീ ഒന്ന് നോക്കണം പുള്ളി എങ്ങോട്ടൊക്കെയാ പോകുന്നത്, അതാരാണെന്ന് നോക്കണം. ശരിയല്ലേ? ഒരു ജാമ്യം താനും കൂടെയല്ലേ ഇന്നലെ ഇരുന്നുകൊണ്ട് വട്ടം കൂടി പറഞ്ഞത്. ആരും ഒരിച്ചിരി ലൂസായ മനുഷ്യനായിരെങ്ങാണ്ട് പോയേ ഉള്ളൂ. രണ്ടുപേരും കൂടെ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഏൽപ്പിക്കണമെന്നും കൂടെ പറഞ്ഞു. എന്താ ഇവിടെയൊക്കെ കറങ്ങുന്നത്? ഇവിടെയൊക്കെ കറങ്ങാവോ ഇയാൾ? ഇത് നമ്മുടെ സ്ഥലമല്ലേ? നമ്മൾ കറങ്ങുന്നോ? അത് നമ്മൾ സീനിയേഴ്സ് അല്ലേ? ഞാൻ ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ എൻ്റെ രണ്ട് പിള്ളേരെയൊക്കെ വിളിച്ച് ഒന്ന് പുറകെ പോയി നോക്കാം എങ്ങോട്ടാ പോകുന്നതാണ്. ഇവൻ ആശ്രമം എടുത്ത് തല വെച്ചുകൊണ്ട് പോകുന്നതാണ് ഇയാളുടെ വിചാരം. ശരിയല്ല? ഇത് ജനിക്കുമ്പോ ഈ യജ്ഞമകത്ത് വേണം, ഇല്ലെങ്കിൽ യാതൊരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത് ഇതിന് സുഹൃതം വേണം.
നമ്മൾ ചെയ്താൽ പോരാ, സാക്ഷാൽ തന്തയും തള്ളയും. അതാണ് ഇതിന്റെ ഒരു സുഹൃത പരമ്പര വേണം. ജീവിതം ആസ്വദിക്കാനും അനുഭവിക്കാനും ആനന്ദിക്കാനും ഒക്കെ ഒരു ലോകമുണ്ട്. അതായത് ഇതിന്റെ പ്രശ്നം. അപ്പൊ ഇത് വെച്ചിട്ട് വേണം ഇത് പഠിക്കാൻ. എന്താണ് ആ യജ്ഞസങ്കല്പം? അടുത്ത ശ്ലോകം. ദേവാൻ ഭാവയത ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃപരമവാപ്സ്യഥ. ആ യജ്ഞസങ്കല്പം തന്നെ പറയുകയാണ്. യജ്ഞത്തിലൊരു പ്രത്യേകത വേറെയുമുണ്ട്. ഏത് യജ്ഞത്തിലും ഏറ്റവും വിലമതിക്കുന്നത് കൈവിട്ടേ ഫലം കൈവരുള്ളൂ. അത് പ്രകൃതിയുടെ നിർബന്ധമാണ്. ഏറ്റവും വിലമതിക്കുന്നത് പ്രാണനാണെങ്കിൽ അതിനെ ത്യജിച്ചു മാത്രമേ ആഹാരം ലഭിക്കൂ. സസ്യങ്ങളുടെ നിലയതാണ്. സൃഷ്ടിയുടെ രഹസ്യവും അതാണ്. ഓരോ ചെടിയും പ്രാണനെ കൈവിട്ടിട്ടാണ് ഊർജം ആയി മാറേണ്ടുന്ന അന്നജവും അവയുടെ പ്രാണനും രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഓരോ പൂവും അതിന്റെ മനോഹാരിത ത്യജിക്കാതെ ലോകത്ത് കായാകാറില്ല. മനസ്സിലായില്ല? ഏത് കന്യകയ്ക്കും വിലയുറ്റതായ കന്യകാത്വം വലിച്ചെറിയാതെ മാതൃത്വം സ്വീകരിക്കാനാവില്ല. മനസ്സിലായില്ല? അപ്പൊ ഒന്ന് ത്യജിച്ചാണ് വേറൊന്ന് സ്വീകരിക്കുന്നത്. യജ്ഞസങ്കല്പവും അതാണ്. ഇത് യജ്ഞത്തിന്റെ രഹസ്യമാണ്. ആനന്ദം എന്നതാ ഹോമകുണ്ഡത്തിൽ നിന്നുയരുന്നത്, ആനന്ദമയ കോശത്തിൽ നിന്നുയരുന്നത് വിലയുറ്റത് കൈവടിയുമ്പോഴാണ്. ആശ്വാസവും അത് തന്നെയാണ്. നിങ്ങളുടേതായൊരു മകൾ വീട്ടിലിരുന്നാൽ അസ്വസ്ഥതയേറുകയാണ്. അതിന് ചേർന്ന ഒരു വരൻ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സമാനായി. ഒരു വസ്തു നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ അസ്വസ്ഥതയായി. അതിന് പറ്റിയ ആളിനെ കണ്ട വസ്തുവും കയ്യിലേക്ക് കൊടുത്താൽ മനസ്സമാനം. ജീവിതം മുഴുവനീ നഷ്ടമല്ലേ? നഷ്ടപ്പെടുത്തുകയല്ലേ, ഇത് നഷ്ടപ്പെടുകയല്ലേ? ഇത് നാച്ചുറലായിട്ട് നഷ്ടപ്പെടുകയല്ലേ? നിങ്ങൾ ഇതുവരെ സൂക്ഷിച്ചതെല്ലാം ഓരോന്നിനായി ബലിയർപ്പിക്കുകയാണ് ചെയ്തത്. ഏറ്റവും കൂടുതൽ സമ്പാദിച്ചു വെച്ചവൻ അവൻ അറിയാതെ ഒരു ദിവസം അതിലൊരു തരിമ്പ് പോലും തിന്നാതെ എവിടെയെങ്കിലും തീരുന്ന അടിയുമ്പോൾ അത് മുഴുവൻ ഇവിടെ മിച്ചമായി കിടക്കുകയാണ്. ശരിയല്ല? എല്ലാം 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 ആസ്തി മാത്രമല്ല, എല്ലാം സകല സാധനം എ മുതൽ ഇസഡ് വരെ എല്ലാം. ഈ എല്ലും മുട്ടും സർവ്വസാധനം നേരത്തെ കാണണം. ഒരു മാനസികമായി ഇരിക്കപ്പിണ്ണം ഉണ്ണണം.
മനസ്സിലായില്ല? സ്വാമിമാരൊക്കെ അതാ ഉണ്ടെന്ന്. സ്വന്തം ഉൾപ്പെടെ പരമ്പരയുടെ മുഴുവൻ ബലി വെക്കും, അവസാനം ആത്മപിണ്ഡം വെക്കും. വിരജ വിവാത്മാ ജ്യോതിരഹം എന്ന് മന്ത്രമുച്ചരിച്ച് വളരെ രസമുള്ള ഊണാണത്. ഒരുപാട് പേരുടെ പിണ്ണം ഉണ്ട് കാണും. പക്ഷെ അവനവന്റെ പിണ്ണം ഉണ്ണാനുള്ള ആ ഒരു യോഗ്യത പിന്നെ ഇത് എത്ര പേരുടെ പിണ്ണം ഉണ്ടെച്ചാ നിങ്ങൾ വന്നിരിക്കുന്നത്? ആഴ്ചയിൽ ഒരെണ്ണം വെച്ചെങ്കിലും കാണുകയല്ലേ? ചത്തുപോകുന്നവന്റെ അടിയന്തരം ഉണ്ടാവില്ലേ? 16 അടിയന്തരം. അതിൽ പോയിരുന്നുണ്ട് പായസത്തിന്റെ കുറ്റവും പറഞ്ഞ് അല്ലേ? ചത്തുപോകുമ്പോ കുറെ കരഞ്ഞാലും അവസാനം 16 അടിയന്തരം വരുമ്പം ഭാര്യയും പിള്ളേരും ഒക്കെ സന്തോഷമായിട്ടിരുന്നുണ്ടോ? ആ, ഇതൊക്കെ തിന്നും. പക്ഷെ ആരെങ്കിലും സ്വന്തം പിണ്ണാടിയന്തരം ആദ്യം തന്നെ ഇരുന്നുണ്ണാറുണ്ടോ? ഭാവനയെ കാണാൻ പറ്റൂല. ഭാവനയിലൊന്നും കാണാൻ പറ്റുമോ? അപ്പൊ അതുണ്ടെന്നായിട്ടൊന്ന് സങ്കല്പിച്ചു. അതും ഉണ്ട്. എല്ലാം വിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെയും കെട്ടിപ്പിടിക്കാൻ പോവാ. അപ്പൊ ഉണ്ടതെന്തോ? വീട്ടിൽ പോയിരുന്ന് ആലോചിക്കും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. നല്ലൊരു സ്ഥലത്ത് നിന്നോട്ടെ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഹരി ഓം ഹരി.